എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഭരണങ്ങാനം പള്ളിയിലാണ്. ഭരണങ്ങാനം പള്ളിയിലോട്ട് വരുന്ന കുറച്ച് വ്ലോഗൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഇടാം. നമ്മളിപ്പം നിൽക്കുന്നത് എവിടെയാ? അൽഫോൻസാമ്മയുടെ പള്ളിയിൽ അല്ലേ? ഫ്രിച്ച് അൽഫോൻസാമ്മ കണ്ടോ? പ്രാർത്ഥിച്ചോ? എന്തൊക്കെ ചെയ്തു? ഉമ്മ കൊടുത്തോ? പ്രാർത്ഥിച്ചോ? അൽഫോൻസാമ്മയുടെ പള്ളിയിൽ നല്ല കാലാവസ്ഥ, നല്ല മഴ പെയ്യാൻ പോകുന്നു, നല്ല മഴ പെയ്യാൻ പോകുന്ന നല്ല കാലാവസ്ഥ. നല്ല കാലാവസ്ഥ, ഇടിച്ചു കുത്തി നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട് ഗൈസ്. ഇവിടെ ഈ മലയിൽ തണുപ്പായിരിക്കും, തണുപ്പ് കാലാവസ്ഥ അറിഞ്ഞോട്ടല്ലേ. ാകുമല്ലോ. അൽഫോൻസാമ്മയുടെ കഥയാട്ടോ പറയുന്നത്. അൽഫോൻസാമ്മ അടുത്ത് പോയി ചെല്ലുന്ന അൽഫോൻസാമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ചെല്ലുമ്പോൾ എൻ്റെ കുട്ടികൾ അൽഫോൻസാമ്മയ്ക്ക് പൂ കൊടുക്കും, ഇപ്പോഴും പൂ കൊടുക്കും. കുട്ടികൾ ചെല്ലുമ്പോൾ കുട്ടികളെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഭയങ്കര ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടം. പിന്നെ ഭയങ്കര സഹനത്തിൻ്റെ അമ്മയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് എന്താ നമ്മൾ പറയുന്നത്, ഇപ്പം നമുക്ക് സഹിക്കാനുള്ള ഒരു ഇത് മനക്കിട്ട് കിട്ടുക. കൊച്ചിനിപ്പം കൊച്ചിന് വീണു, ചെറിയൊരു മുഴുവൻ പറയുന്ന കുട്ടി എല്ലാം കാണിച്ചിട്ട് ബഹളം അല്ലേ? അൽഫോൻസാമ്മയ്ക്ക് മാത്രം അനുസരിച്ച് അല്ലേ? കഴിഞ്ഞോ കഴിഞ്ഞോന്നില്ല. അൽഫോൻസാമ്മയുടെ ഫ്ലവേഴ്സ് അവിടെ ഫ്ലവേഴ്സ് ശ്രദ്ധിച്ചോണേ. വണ്ടി ഒതുക്കാൻ പറ്റുന്ന ഏരിയ.
കാണുന്നതാണ് അൽഫോൺസാമ്മയുടെ കല്ലറ. ഇതിനകത്തോട്ട് കയറി ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതാണ് അൽഫോൺസാമ്മയുടെ കല്ലറ കേട്ടോ. ആ കാണുന്നതാണ് കല്ലറ. എന്നാൽ പള്ളിക്ക് ആഘോഷം കേട്ടോ. ഭാഗമാണ്. കുറിച്ച് പ്രാർത്ഥിച്ചോ? അൽഫോൺസാമ്മയുടെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചോ? ഉമ്മ കൊടുത്തോ? കുറച്ചെടുപ്പോ നീ? അത് ടോംബ് പോലത്തെ ഗ്രോട്ടോ പോലെ. ഗ്രോട്ടോ ഇവിടെ അല്ലേ മറ്റേ തരുന്നത്? മീമി കണ്ടോ? കുറച്ച് മീൻ, കുറച്ചു ഫിഷ് 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 മീനെ കണ്ടോ? ആ കണ്ടില്ലേ? ഇഷ്ടംപോലെ മീനുണ്ട്. ഗ്രോട്ടോ ഇങ്ങോട്ട് വാ, എടുത്തോട്ടോ. ഭർത്താവിനോട് എപ്പോഴും വിശ്വസ്തയായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. വാക്ക് മാറുന്നതിനേക്കാൾ മരിക്കുന്നതാണോ എനിക്കിഷ്ടം. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. ആരെയും വെറുക്കാൻ എനിക്ക് ഒരിക്കലും കഴിയുകയില്ല. എൻ്റെ കർത്താവിനെ പൂർണ്ണമായി സ്നേഹിക്കണമെന്ന് ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. എനിക്ക് എൻ്റെ ഈശോയെ മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുമ്പോൾ കൈവരുന്ന സന്തോഷം എത്ര വലുതാണ്. എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിലൂടെ എന്ത് ലഭിച്ചാലും അതെല്ലാം എന്നെ സന്തോഷിപ്പിക്കുന്നവയാണ്. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് എനിക്കറിയാം. എന്നെ മുഴുവനും ഞാൻ കർത്താവിനെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവിടെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളട്ടെ എൻ്റെ ഈശോയെ. ഇവിടെ അൽഫോൺസാമ്മയുടെ ജീവിച്ച സ്ഥലം, മാടവ ജീവിച്ച് മരിച്ച മാട മ്യൂസിയം ഒക്കെ ഉണ്ട്. അൽഫോൺസാമ്മയുടെ ഓരോ അൽഫോൺസാമ്മ ഉപയോഗിച്ച കാര്യങ്ങൾ കട്ടിലൊക്കെ ഉള്ള മ്യൂസിയം ഒക്കെ ഉണ്ട്. അങ്ങോട്ട് കയറിയില്ല. നമ്മളെപ്പോഴും വരുമ്പോൾ കയറുന്ന പ്രാവശ്യം കയറിയില്ല. പിള്ളേരൊക്കെ മടുത്തു കുറേ നടന്നിട്ടൊക്കെ. ഞാൻ ആഹാരം കഴിക്കണം. കുറേ താമസിച്ചു. 2 മണി 3 മണിയൊക്കെ ആയി. എത്ര മണിയായി? 3 മണിയായി. ഞാനും ബുക്കിൽ എടുക്കുന്നവരെ കാണത്തൂല്ലോ. ആരെ ആൾക്കാർ നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ അവളിറങ്ങി വരുമെന്ന്. എനിക്കറിയാനുള്ള സ്വഭാവം. ഞാൻ പറഞ്ഞ അവളിറങ്ങി വരുമെന്ന്. കൊച്ചെന്ത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, സാധനമൊക്കെ മേടിച്ചു. എന്നാൽ തിരിച്ച് പോവാം കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കണം. തിരികെ പോവാം. നേർച്ച ഉണ്ടായിരുന്നു ഫ്രിഡ്ജിന്. പക്ഷേ തലയൊക്കെ പൊട്ടി. അതിൻ്റെ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തല പൊട്ടിയാൽ തല ഇനി ഫ്രിഡ്ജ് പറഞ്ഞ് വീഴാതിരിക്കാനായിട്ട്. ഒന്ന് കാണിച്ച ഫ്രിഡ്ജിൻ്റെ തല ഒന്ന് കാണിക്കേ. നേരിനപ്പം ആരും പറയാറുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നേരത്തെ നേർന്നതിന് ശേഷം പറയാന്നൊക്കെ ഇങ്ങനെ പറയുന്നത് പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ കാറിൽ ഇഷ്ടമായോ? ഓക്കെ, ഡ്രൈവറുകളുണ്ട്. അരിക്കൊമ്പൻ്റെ കടയോ അങ്ങനെ കണ്ടു. ഈ ഗാദി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കണ്ട ഇവിടെ ഈ ഏരിയ. അരിക്കൊമ്പൻ്റെ കടയോ അങ്ങനെ അത് തന്നെ. ഇപ്പോൾ ആൾ കൂടെ നിൽക്കുന്നുണ്ടോ അരിക്കൊമ്പൻ? അത് തന്നെ. ഞങ്ങളപ്പോൾ ഇവിടെ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് വരാം.
ക്യാമറമാൻ സ്ഥലം വേണ്ട, ക്യാമറ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞോ. ആ കഴിക്കാനൊന്നും പറഞ്ഞില്ലേ? ഒന്നും വേണ്ട. എന്തോ വേണ്ടേ? അറിയാപ്പോ മുട്ടയോ? മുട്ട ബജ്ജിയുണ്ട്, ഉഴുന്നോടെയുണ്ട്. മുട്ട ബജ്ജി റിച്ചുവേ, ഇനി കിടന്നുറങ്ങാൻ പോണോ? ചായ ഊറ്റിയെടുക്കുന്നു. ആ ഒരെണ്ണം പോരെ? അധികം പോരെ? റിച്ചു ഏതൊക്കെയാ? അലക്കുടി എന്നാലും വേണോ? അല്ലല്ലേ? നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അവിടൊക്കെ വെള്ളം കയറി ഗൈസ്. ഇവിടുന്ന് വെള്ളം കയറില്ല, ആറ്റിലൊക്കെ വെള്ളം കയറി. നമ്മള് വീട്ടിലെത്തി. ബൂബുവിൻ്റെ അല്ല, ബൂബുവിൻ്റെ വീട്. ബൂബുവിൻ്റെ വീടാന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ്. ഞാൻ ആലോചിക്കട്ടെ എനിക്ക് വരണം. സ്വിച്ചു എല്ലാവരും നമ്മളെല്ലാം വീട്ടിലെത്തി കേട്ടോ. നമ്മളൊക്കെ വീട്ടിലെത്തി. അവിടെ എൻ്റെ കുട്ടി എല്ലാവരും സൈക്കിളെ കയറി. വീട്ടിൽ പോലും കയറില്ല, വീട്ടിനകത്ത് കയറിയില്ല. അതിന് മുമ്പ് എല്ലാവരും കൂടെ സൈക്കിളെ കയറി. അങ്ങോട്ട് ഔട്ടോ കൂടെ പറഞ്ഞോ, നിർത്തുമല്ലേ? വ്ളോഗ് കഴിഞ്ഞല്ലോ. അപ്പം നമ്മൾ ഇന്ന് എവിടെ പോയി? അവസാനത്ത് പോയി, പിന്നെ പുറത്തൊക്കെ പോയി അല്ലേ? ഒന്നുമില്ല, പറങ്ങാനത്ത് പോയി, നമ്മൾ അൽഫോൻസാമടുത്ത് പോയി. അൽഫോൻസാമയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇപ്പോൾ ഒരു 5 മണി, 6 മണിയായി കേട്ടോ. 6 മണിയായി. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അതിനിടയ്ക്ക് നമ്മൾ കാപ്പി കുടിച്ചു, ചോറ് കഴിച്ചു, ഉച്ചക്കത്തെ ഉണ്ടു, കാപ്പി കുടിച്ചു, തേക്കാപ്പൊക്കെ കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ. അല്ല, ബിരിയാണി നല്ലായിരുന്നു, നല്ല ബിരിയാണിയായിരുന്നു, ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ. റിച്ചു ടാറ്റാ ബൈ ബൈ എന്ന് പറ. ബൈ ബൈ പറ. ടാറ്റാ.